ഹായ്. ഇന്നൊരു തമിഴ് ചിത്രത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. വിജയ് സേതുപതിയെ കേന്ദ്ര കഥാപാത്രമാക്കി നിതിലൻ സ്വാമിനാഥൻ സംവിധാനം ചെയ്ത് മഹാരാജ. ലേറ്റസ്റ്റ്ലി പുറത്തിറങ്ങിയ തിയേറ്റർ റിലീസായി വന്നൊരു സിനിമയും കൂടിയാണ്. അപ്പം ഇന്ന് ഈ സിനിമയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു തിയേറ്റർ അനുഭവമായിരുന്നു മഹാരാജ എന്ന് പറയുന്ന സിനിമ. കാരണം ഇത്രയും സിനിമകളൊക്കെ വരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ വലിയൊരു ഹൈപ്പൊന്നും ഇല്ലാതെ വന്നൊരു സിനിമയായിരുന്നു. അങ്ങനെ അധികം ഈ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ആരും ശ്രദ്ധിച്ചിരുന്നില്ലെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ പോയി കണ്ട ഒരു സിനിമയും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വൺ ലൈൻ സ്റ്റോറി നോക്കുകയാണെങ്കിൽ ചിത്രത്തിലെ കഥാനായകനായ മഹാരാജ, അദ്ദേഹം നമ്മുടെ വിജയ് സേതുപതിയാണ് മഹാരാജയുടെ ക്യാരക്ടർ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു പോലീസ് സ്റ്റേഷനിലായിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാനായി പോകുന്നിടത്താണ് സിനിമയുടെ കഥ പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻസിഡൻറ്റും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ കഥ പറഞ്ഞു പോകുന്നത്. നല്ല രസകരമായി തന്നെ അത് പറഞ്ഞു പോകുന്നുണ്ട്. വലിയ സംഭവം ഒന്നുമല്ല, നമ്മൾ കണ്ടുവരുന്ന അതേ പാറ്റേൺ ആണ്. എങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ നിധി സ്വാമിനാഥന് സാധിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സത്യം. പിന്നെ നമുക്കിതിൻ്റെ സംവിധാനം അറിയാം. കുരങ്ങു ബൊമ്മ എന്ന് പറയുന്ന ഒരു സിനിമ തന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഡയറക്ടർ കൂടിയാണ് നിതിലൻ സ്വാമിനാഥൻ. അദ്ദേഹത്തിൻ്റെ മുന്നത്തുള്ള സിനിമകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കണക്ഷൻ, എല്ലാ സിനിമകളെയും പോലെ തന്നെ ഒരു കളക്ഷൻ ഈ ഒരു സിനിമയ്ക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ സംവിധാനം സാധിക്കും. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത്, നമ്മൾ പറയല്ലോ മറ്റ് കഥാപാത്രങ്ങളൊക്കെ വന്നിട്ടുള്ളത് അഭിരാമി, അതുപോലെ തന്നെ മമിത മോഹൻദാസ്, അനുരാജ് കാശ്യപ്, അതുപോലെ തന്നെ പോലീസ് കഥാപാത്രത്തിൽ നടരാജൻ സുബ്രഹ്മണ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെയൊക്കെ ആക്ടിങ്ങിനെ കുറിച്ച് പറയണേ, ഈ മമത മോഹൻദാസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി കുറച്ച് റോളുകളേ ഉള്ളൂ, എങ്കിലും അത്യാവശ്യം രീതിയിൽ അവർ നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ അഭിരാമിയെ നമ്മൾ സ്ഥിരം തമിഴിലൊക്കെ കാണുന്നെങ്കിലും വലിയ വ്യത്യസ്തതയൊന്നും ഇല്ല ക്യാരക്ടർക്ക്. അത്യാവശ്യം ചുമ്മാ ഇങ്ങനെ വന്ന് നിന്ന് പോകുന്ന ഒരു കഥാപാത്രം കൂടിയാണ്. അനുരാഗ് കാശ്യപ് തകർത്തിട്ടുണ്ട്, ഒരു രക്ഷയില്ലാത്ത. ഞാൻ അദ്ദേഹത്തിനെ കണ്ടുകൊണ്ടാണ് ഈ ഒരു സിനിമ കാണാനായി തിയേറ്ററിൽ കയറിയത് തന്നെ. കാരണം അദ്ദേഹത്തിന് നമുക്കറിയാം മേക്കനൊടികളൊക്കെ കണ്ടതാണ്. അതിനകത്തൂടെ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു നടനും കൂടിയാണ് അനുരാജ് കാശ്യപ്. അദ്ദേഹത്തിൻ്റെ റോള് കൃത്യമായി തന്നെ ചെയ്തു പോയിട്ടുണ്ട്. വിജയ് സേതുപതി അറിയാമല്ലോ, എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല. ആദ്യം മുതൽ തന്നെ ഗംഭീരമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മേക്കിംഗ് ഗംഭീരമായി തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് ക്വാളിറ്റിയെക്കുറിച്ച് പറയാൻ തന്നെ പറ്റത്തില്ല. കാരണം ഒരു പഴയ കാലഘട്ടത്തിലെ ഒരു സിമ്പിളായിട്ടുള്ള ഷെയ്ഡ് കൊണ്ടുവരാൻ എൻ്റെ ഡയറക്ടർക്ക് സാധിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ക്വാളിറ്റി നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഈ സിനിമയ്ക്കകത്ത് എടുത്തു വച്ചിരിക്കുന്ന ഒരു സ്റ്റോറി എന്താണെന്നുള്ളത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു സ്റ്റോറിയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും ഇതിൽ നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ടൊന്നും നമുക്ക് തോന്നില്ല. പക്ഷേ ഇതിനകത്ത് അവർ ചെയ്തിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ട്. അതായത് ആ ഫസ്റ്റിലെ തൊട്ടേ ഇങ്ങനെ സിനിമ ഒരേ പോയിന്റിൽ പോയി നമ്മൾ വിചാരിക്കുന്ന പോലെ വരുന്ന ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ട്രെയിൻ എടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു സംഭവങ്ങളൊക്കെ അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ എന്തായാലും മഹാരാജ എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഗംഭീരമായ ഒരു സിനിമയാണ്. കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ വരെ ജസ്റ്റ് ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.